സോ നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മസേന എടുക്കാത്ത രണ്ട് സാധനങ്ങളാണ്. ഒന്ന് പാഡ്, ഒന്ന് പാമ്പേഴ്സ്. ഐ മീൻ പിള്ളേരുടെ സാനിറ്ററി നാപ്കിൻസ് ആൻഡ് അഡൽട്ട്സിൻ്റെ സാനിറ്ററി നാപ്കിൻസ്. ഇത് ഇവരെടുക്കത്തില്ല. ഇതിൽ മറ്റേ മാലിന്യങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, അതിനിങ്ങനെയാണ് ശിക്ഷയാണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരിതെടുക്കത്തില്ല. ഇവരിത് എപ്പോഴും എടുക്കില്ല. ഇവർ പറയും ഇത് നമുക്ക് വേണ്ട. കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചു, ലൈക്ക് എന്താ ഇതിങ്ങനെ എടുക്കാത്ത, നിങ്ങളോട് പ്രത്യേകമായിട്ട് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അത്രേ. ഞാൻ ചോദിച്ചു എന്തേ? ബിക്കോസ് പ്ലാസ്റ്റിക് എടുക്കാനാണല്ലോ, അതാണല്ലോ ഇവരുടെ ലക്ഷ്യം. ഹരിതകർമ്മസേന അതിനാണല്ലോ വന്നത്. അപ്പോൾ പറഞ്ഞു അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല, ഇവർക്കില്ല. അതായത് ഏകദേശം ഒരു 2017 ഇത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ എന്തായാലും ഒരു 8-9 വർഷമായി. 8-9 വർഷമായിട്ടും ഈ രണ്ട് സാധനങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് എത്ര കാലത്തേക്ക് വെക്കണം എന്നാണ്, എപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് പരിപാടി അല്ലെങ്കിൽ നമ്മൾ എടുക്കാനൊക്കെ നിങ്ങൾ ആവുക, അതുവരെ നമ്മളിത് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാമായിരുന്നു. അല്ല, ഇത് ഇത്രയും കൊല്ലമായിട്ട് ഇതായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഒരു ഉദ്ദേശം വേണമല്ലോ, അതില്ല. ലൈക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാക്കിയൊക്കെ സാധനങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക് അതൊക്കെ ക്ലീൻ ചെയ്യണം, അത് ഇതൊക്കെ നമ്മൾ ഓക്കെയാണ്. ഇതും ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കോട്ടണൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് പ്ലാസ്റ്റിക് കോട്ടിങ് മാത്രം എടുത്താൽ മതി. അത് മൊത്തം ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതവർ മാറ്റി വെക്കും കൊടുക്കുന്ന സമയത്ത്. ലൈക്ക് പിന്നെ എന്തിനാണ് ഈ പരിപാടി? നോ. അല്ല, ഇതെപ്പോൾ വരുന്നുള്ളത് ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ, അത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതാണോ അറിയത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ്. ഇത്രയും കൊല്ലമായിട്ട് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം.